ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മാംഗോ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല സോഫ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് വേഗം തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 kg അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളൊരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കാനായിട്ട് നോക്കണം കേട്ടോ. 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിന് കൂടുതൽ എടുത്തൊന്ന് അരിച്ചെന്ന് കരുതിയിട്ടും കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറഞ്ഞു പോകണ്ട. എന്നിട്ട് ഇതുപോലെ ഒരു ബലൂൺ വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. 1 പ്രാവശ്യം ചെയ്തിട്ട് ഇങ്ങനെ ചെയ്താലും മതി, അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിൽ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരട്ടെ, അതുവരെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അത് നന്നായിട്ട് ബീറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കേക്കിൻ്റെ റെസിപ്പി ഇടുന്ന അന്നൊക്കെ എന്നോട് താഴെ കമൻസിൽ അധികം പേരും കേക്കിൻ്റെ വില ചോദിക്കാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാത്തതെന്ന് കരുതിയാൽ, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ, നമ്മൾ എന്ത് സാധനമാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ കേക്കിന് റൈറ്റ് ഇടാനായിട്ട്. ഇപ്പോൾ കളറാണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും ഒക്കെ റൈറ്റ് കൂടിയതും അതുപോലെ തന്നെ റൈറ്റ് കുറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു കേക്കിന് വില ഇടാനായിട്ട്. അതുപോലെ ടൗൺ ഏരിയയിലും ഉള്ളോട്ടുള്ള പ്രദേശത്തൊക്കെ കേക്കിൻ്റെ വിലകൾ വ്യത്യസ്തമായിരിക്കും കേട്ടോ. അതാണ് ഞാൻ പറയാത്തത് കേക്കിൻ്റെ റൈറ്റ്. ഇപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസും അതുപോലെ ഒരു 1/4 ടീസ്പൂണ് നമ്മുടെ മാംഗോൻ്റെ എമൻഷ്യൽ കിട്ടും കേട്ടോ. നമുക്ക് മാംഗോൻ്റെ ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും കൂടി കിട്ടാനായിട്ടുള്ള എമൻഷ്യലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുന്നേ ഓറഞ്ച് കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഓറഞ്ച് എമൻഷ്യൽ യൂസ് ചെയ്തിരുന്നു. അതുപോലെ നമുക്ക് ഷോപ്പിൽ നിന്ന് ഇത് കിട്ടും കേട്ടോ. മാംഗോ എമൻഷ്യൽ എന്ന് പറഞ്ഞാൽ മതി, അത് കിട്ടും. ഒന്ന് നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ബീറ്റർ ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് വേണം കേട്ടോ ഇനി ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ചെറിയ ചൂടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ചൂടില്ലാത്ത പാലായാലും കുഴപ്പമില്ല, പക്ഷേ തണുത്ത പാൽ ഒഴിക്കരുത് കേട്ടോ. അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ബീറ്റർ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ വേണം ഫോൾഡ് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ ഒരു 3-4 ബാച്ചായിട്ട് ഇത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ അരിക്കുന്ന സമയത്ത് നമ്മൾ എഗ്ഗ് നന്നായിട്ട് പൊങ്ങി വന്നതൊന്നും പെട്ടെന്ന് താഴ്ന്നു പോവാതിരിക്കാനാണ് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് സൂക്ഷിച്ചിട്ട് തന്നെ ചെയ്യുക. പെട്ടെന്ന് തന്നെ കട്ട കുത്തി ഇളക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ മൈദ മുഴുവനായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഒരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെ മോൾഡാണ് ഇത്. അപ്പോൾ ഇതൊരു ആനിവേഴ്സറി കേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഹേർട്ട് ഷേപ്പുള്ള മോൾഡ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് മോൾഡ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ 3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിലും ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ നമ്മളെ കേക്കൊക്കെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ചൂടാറുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കേക്ക് ചൂടാറി വരുന്ന ആ സമയം കൊണ്ട് നമുക്കൊരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ താഴെ ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മുകളിൽ ഒരു ബൗളിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 കപ്പ് മാംഗോയുടെ ചോക്ലേറ്റ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ബട്ടറും കൂടി ചേർക്കുമ്പോൾ നമ്മളെ ഗനാഷിന് നല്ലൊരു ഗ്ലൈസിങ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ താഴെ വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് മുകളിൽ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ ഓവനിലും ഒരു 5 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ഗനാഷ് റെഡിയായി കിട്ടും.
ഇപ്പോൾ ഇതുപോലെ മാംഗോയുടെയും സ്ട്രോബെറി അതുപോലെ ഓറഞ്ച് എല്ലാ ഫ്ലേവർ ചോക്ലേറ്റും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ചൂടാറാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഇപ്പം ഞാനൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളും നമ്മളെ വിസ്കും നന്നായിട്ട് തണുത്തിട്ടിരിക്കണം. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഇതിന് കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇനി ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കൂടെ നന്നായിട്ട് ബീറ്റായി വന്നതിന് ശേഷം വേണം നമ്മൾ ഈ ഷുഗർ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് നല്ല ഫോം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാനായിട്ടൊരു 4 മിനിറ്റ് മാക്സിമം വേണം കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നിർത്തി വെക്കരുത്. തുടർച്ചയായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇപ്പം നല്ല സ്റ്റിഫായിട്ട് തന്നെ നമ്മൾ ക്രീം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഒരു പൈപ്പിംഗ് കവറിലോട്ട് മാറ്റാം. ഇനി ടേൺ ടേബിളിൻ്റെ പുറത്ത് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ കേക്ക് ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. 1 കപ്പ് പഞ്ചസാരയും ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് അത് തണുക്കാനായിട്ട് വെക്കണം. അതാണ് നമ്മളെ ഷുഗർ സിറപ്പ്. അത് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പം ഇതുപോലെ ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രീം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ സൈഡ് ബോർഡർ ഒന്നും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നമ്മുടെ മാംഗോ ക്രഷ് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ക്രഷ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മാംഗോ ക്രഷ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ മാങ്ങ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ക്രഷാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ ക്രഷ് ഒന്ന് എത്തിക്കാം. ഇനി നമുക്ക് ക്രഷ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ നമ്മളെ കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ആദ്യം ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ബോർഡർ വരയ്ക്കുക. നമ്മൾ മാംഗോ ക്രഷ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ 3ാമത്തെ ലെയറും വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം ചെയ്യുന്ന പോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ക്രീം നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് കേക്കിൻ്റെ ഫുള്ളായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് കോട്ട് ക്രീമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സൈഡിൽ സെക്കൻഡ് കോട്ട് അങ്ങനെ കണ്ട് കൊടുക്കുന്നില്ല. കാരണം ഞാൻ അവിടെ റോസറ്റ ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സൈഡ് വീണ്ടും ക്രീം കൊടുത്തിട്ട് അതിന് റോസ് ചെയ്യുമ്പോൾ ഒരുപാട് ക്രീം ആവും. അപ്പോൾ ക്രീം ഓവറാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുകളിലാണ് സെക്കൻഡ് കോട്ട് നന്നായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഡെക്കറേഷൻ കൊടുക്കേണ്ടത് റോസറ്റ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷനൊക്കെ കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മുകളിലൊക്കെ നന്നായിട്ട് തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതുപോലെ പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രാപ്പറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ സൈഡൊക്കെ ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇപ്പോൾ ദാ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് വീണ്ടും ഒരു 10 മിനിറ്റ് അരമണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് എടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മളെ ഗണാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ടൈമില്ലാത്തതുകൊണ്ട് ഒരു 10 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളൊരു അരമണിക്കൂറെങ്കിലും മാക്സിമം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഇതാ അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സൈഡിൽ ഡെക്കറേഷൻ കൊടുക്കുന്നതുകൊണ്ട് മുകൾ ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് ഈ ഒരു ഗനാഷ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ടേൺ ടേബിൾ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളും. ഇനി ഞാനിവിടെ സ്റ്റാറിൻ്റെ N1 നോസിലാണ് എടുത്തിട്ടുള്ളത്, സ്റ്റാർ ടിപ്പ്. ഇത് വെച്ചിട്ട് ഞാൻ റോസറ്റയാണ് സൈഡിലൊക്കെ വരച്ചു കൊടുക്കുന്നത്. അപ്പം മാംഗോ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ യെല്ലോ കളറ് വൈറ്റ് വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ക്രീമിൽക്ക് ജെൽ കളറാണ് യൂസ് ചെയ്യാറുള്ളത്. ലിക്വിഡ് കളറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്രീം ലൂസായി പോകും. അപ്പം നമ്മൾക്ക് ഇതുപോലെ റോസറ്റ ഒന്നും വരക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ദാ ഇതുപോലെ തന്നെ മുഴുവനായിട്ടും ഞാൻ റോസറ്റ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഫുള്ള് റോസറ്റ വരച്ചതിന് ശേഷം ഞാൻ ഷുഗർ ബോൾസ് ഗോൾഡൻ കളർ ഇതിന്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് കേക്കിന്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇനി പേരൊക്കെ എഴുതാനുണ്ടെങ്കിൽ എഴുതി കൊടുക്കാം. അപ്പോൾ എനിക്കിതൊരു ഓർഡർ കേക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാനിതിൽ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മാംഗോ കേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കാണാനായിട്ട്. അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.